2025 ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയില്ലേ, ആ സന്തോഷത്തിലേക്കാണ് കേട്ടോ ഞങ്ങളിപ്പോൾ പോകുന്നത്. ഞങ്ങൾ 3 പേരോടെ നേരെ രാവിലെ ഇറങ്ങി ഊബറൊക്കെ പിടിച്ച് നേരെ പോകുന്നൊരു കാര്യത്തിന് വേണ്ടിയിട്ട്. ഇത് ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തിട്ടേക്കുന്ന കേട്ടോ. എൻ്റെ കൂടെ 8 വർഷം 9 വർഷം കൂടെ ഉണ്ടായിരുന്ന എൻ്റെ പൊന്നോമന എന്നൊക്കെ പറയില്ലേ, എന്ന് പറഞ്ഞ പോലെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ സ്വന്തം ആദ്യത്തെ കാറാണ്. അവനെ കൊടുത്തു, അവൻ ഇറങ്ങിപ്പോകുന്ന വീഡിയോ ആണ് ഇത്. നമ്മുടെ ഫ്ലാറ്റിൻ്റെ മണ്ടേത് പകർത്തിയതാണ്. 3-4 ദിവസത്തേക്ക് നമുക്ക് ഭയങ്കര സങ്കടമായിരുന്നു. പക്ഷേ ഇന്ന് നമ്മൾ ഭയങ്കര ഹാപ്പിയാണ്. എല്ലാവരും കൂടെ ചെന്നു. നമ്മൾ എടുക്കാൻ പോകുന്ന വണ്ടി ഇപ്പോൾ കാണാം. ചെന്നത് തന്നെ നമുക്ക് അവിടെ ഷാമിൽ ബ്രോ ഉണ്ടായിരുന്നു. പേപ്പറും കാര്യങ്ങളൊക്കെ സൈൻ ചെയ്യിച്ച് നമ്മളിവിടെ മൂടിയിട്ടിട്ടുണ്ട് നമ്മുടെ സുന്ദര കുട്ടപ്പൻ. ഇതല്ല കേട്ടോ, നമ്മുടെ തൊട്ടപ്പുറത്ത് കണ്ട ബ്ലാക്കാണ് നമ്മുടെ കളറ്, പക്ഷേ റെഡിൽ മുങ്ങി നിൽക്കുകയാണ് കണ്ടോ. ഇപ്പം നമ്മൾ കാണിച്ചു തരാം നമ്മൾ ഏതാണെന്ന്. കുറേ നാളത്തെ ആഗ്രഹങ്ങൾക്ക് ശേഷം നമ്മുടെ കിയ സോണറ്റ്, നമ്മുടെ കാഞ്ഞിരപ്പള്ളി രജിസ്ട്രേഷനിലൊക്കെയാണ് വണ്ടി വന്നിട്ട്. KL34 കാണുമ്പോൾ തന്നെ ഒരു മനസ്സിനൊരു സുഖമാണ്. അത് കഴിഞ്ഞ് കുറച്ച് നേരം ഫോട്ടോഷൂട്ടൊക്കെ നടത്തി. അവരുടെ ഒരു സന്തോഷം നമ്മുടെ ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ അവർ കേക്കൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. കിയ ഇഞ്ചിയോൺ കിയ എന്നാണ് ഞാൻ എടുത്തത്, തൃശ്ശൂർ. അപ്പം അവിടെ ഒരു കേക്കൊക്കെ അറേഞ്ച് ചെയ്തു. പിങ്കു കേക്ക് മുറിച്ചു. പിങ്കുവാണ് ഏറ്റവും എക്സൈറ്റ്മെൻറ്റ്. പിങ്കു പച്ച വെള്ളം എന്നൊക്കെ ആയിരുന്നു കാറ് പറഞ്ഞിരുന്നത് കേട്ടോ. എന്നിട്ട് ഞങ്ങൾ കുറച്ച് നേരം അതിലേക്കിടയ്ക്ക് ഇന്ന് അവിടുത്തെ വണ്ടി ഒന്ന് ഇറക്കിയാൽ മതി എന്ന് മാത്രമേ ഉള്ളൂ. ഒരു കിയയുടെ കുറച്ച് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ബാക്കിൽ വെച്ച് കേക്കൊക്കെ അവിടെ നമ്മൾ ആ ചേട്ടന്മാർക്ക് കഴിക്കാൻ കൊടുത്ത് വണ്ടി അവർക്ക് ബാക്കിൽ ഡെലിവറി ഉണ്ട് കേട്ടോ. അതാണ് നമ്മൾ പെട്ടെന്ന് നമ്മൾ ഡെലിവറി വണ്ടി എടുത്ത് നമ്മൾ പതുക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ മനസ്സിൽ അടുത്തുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു, ഈ വണ്ടി എത്ര മൈൽ സ്പീഡിൽ കയറും. ഞാൻ മാക്സിമം ചവിട്ടി വണ്ടി ഒന്ന് ഓടിച്ച് നോക്കി. ബൈപ്പാസിൽ നേരെ വീട്ടിൽ വന്ന് കുളിയൊക്കെ കഴിഞ്ഞ് നമുക്ക് വണ്ടി പൂജിക്കാൻ പോകാമെന്നുള്ള പ്ലാൻ ഇട്ടു. പുള്ളു വഴിക്ക് പെരുങ്ങോട്ടുകാരല്ലേ ഒന്ന് പൂജിക്കാൻ പോകാമെന്ന് പറഞ്ഞിട്ടാണ് പോയത്. താക്കോല് പൂജ മാത്രമേ ഉള്ളൂ. ജസ്റ്റ് അവിടെ പോയി ഒന്ന് തൊഴുത് എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് വരാമെന്ന് പറഞ്ഞു. വൈകുന്നേരം ആയതുകൊണ്ട് ലോങ് ഒന്നും അമ്പലത്തിലേക്ക് പോയില്ല. ജസ്റ്റ് അവിടെ ചെന്ന് വണ്ടിയൊക്കെ ഇട്ട് ഞങ്ങൾ പതുക്കെ നടന്ന് 3 പേരോടെ പതുക്കെ നടന്ന്. ഈ ആംബിയൻസ് ഒരു രക്ഷയില്ലാത്ത ആംബിയൻസ് ആയിട്ട് അമ്പലത്തിലേക്ക് കയറി തൊഴുതു. അവിടെ ഫോട്ടോ ഒത്തിരി എടുക്കാൻ സമ്മതിക്കില്ല, അതാണ് കൂടുതൽ വീഡിയോയ്ക്കകത്ത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാത്തത്. പക്ഷേ അടിപൊളിയായി. രാവിലെയായി നമ്മൾ പ്ലാൻ ഇട്ടു. കുറ്റിയങ്കാവ് അമ്പലത്തിൽ പോകാമെന്നുള്ള പ്ലാൻ ഇട്ടു. ആ ഇറങ്ങിയപ്പോൾ തന്നെ സൺറൂഫിനകത്തൂടെ കയറി നിൽക്കണമെന്ന് വാശി പിടിച്ച ഒരാൾ നിൽക്കുന്നത് കേട്ടോ. പുള്ളി ഭയങ്കര ഹാപ്പിയാണ്, ചിരി കണ്ടോ. എല്ലാവർക്കും ഫോട്ടോ എടുക്കുന്ന മുന്നേക്കാണ് ടാറ്റ കൊടുക്കുന്നത്. നേരെ കുറ്റിയങ്കാവ് അമ്പലത്തിൽ ചെന്നു. അമ്പലത്തിൽ അവിടെ പൂജ 11 മണി കഴിഞ്ഞ ശേഷം മാത്രമേ നടക്കുകയുള്ളൂ. അപ്പം ഒത്തിരി ലേറ്റ് ആവും. രാവിലെ ഓഫീസിൽ എല്ലാവർക്കും പോകേണ്ടതല്ലേ, എല്ലാവരും ഹാഫ് ഡേ ആയിരുന്നു. അപ്പോൾ അവിടെ പോയി നമ്മൾ പ്രാർത്ഥിച്ച് പൂജയൊക്കെ നോക്കിയിട്ട് വന്നിട്ട് നമ്മൾ വിയ്യൂർ അമ്പലത്തിലാണ്. ഈ തിരുമേനിയാണ്. എനിക്ക് തിരുമേനിയുടെ പൂജ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മുടെ മനസ്സിനൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ പൂജ ചെയ്യാമെന്ന് പറയില്ലേ. സാധാരണ ആൾക്കാർ പൂജ ചെയ്യും, ജസ്റ്റ് വന്ന് എന്തെങ്കിലും പൂ ഇട്ടിട്ട് പോകും. ഇവരവിടെ വന്ന് മാലയൊക്കെ ഇട്ട് നമ്മുടെ ഒരു വലിയൊരു ആഗ്രഹം സബലീകരിച്ച് കഴിയുമ്പോൾ അതിനെ പൂജിക്കുമ്പോൾ അവർ ആ ടൈം എടുത്ത് ചെയ്യുമ്പോൾ കിട്ടുന്ന മനസ്സിനൊരു സുഖം ഉണ്ടല്ലോ, ആ സുഖം ശരിക്കും അനുഭവിച്ചറിഞ്ഞ് ഞാൻ വണ്ടിയുടെ ചുറ്റും നടന്ന് 4 നാരങ്ങയൊക്കെയാണ് വെക്കുന്നത്. നമ്മുടെ നാട്ടിലെ പൂജ പോലെ അല്ല കേട്ടോ തൃശ്ശൂർ പൂജ, കുറച്ചും കൂടെ വ്യത്യാസമാണ്. നമ്മുടെ നാട്ടിൽ തിരുമേനിയാണ് വീലിൻ്റെ അടിയിൽ നാരങ്ങ വെക്കുകയും ചന്ദനം എല്ലാം ചെയ്യുന്നത്. എന്ന് നാരങ്ങയൊക്കെ നമ്മൾ തന്നെ വെച്ചെല്ലാം കഴിഞ്ഞ് പൂജിച്ച് ഞങ്ങൾ 3 പേരും പൂജയൊക്കെ കഴിഞ്ഞ് നമുക്ക് അടുത്ത് എങ്ങോട്ട് കറങ്ങാൻ പോകാമെന്നുള്ള പ്ലാനൊക്കെയാണ് നിൽക്കുന്നത്. തിരുമേനി നല്ല രീതിയിൽ നമ്മുടെ ആയുരാരോഗ്യവും വണ്ടിയിൽ തട്ടലും മുട്ടലൊന്നും ഉണ്ടാകരുത് എന്നൊക്കെ പ്രാർത്ഥിച്ച് നമുക്ക് ചാവിയൊക്കെ തന്ന് തേങ്ങയൊക്കെ ഉടച്ച് നല്ല രീതിയിലൊരു പൂജ നടത്തി നമ്മൾ. പക്ഷേ ഇനി നാട് തൊട്ട് നമ്മുടെ എല്ലാ യാത്രകളിലും ഇവൻ കൂടെ ഉണ്ടാവും. കുറേ നാളായിട്ട് നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരുന്ന ടിയാഗോ ആണ്. ഇനിയും തൊട്ടിട്ട് ഇവനായിരിക്കും നമ്മുടെ കൂടെ. പൂജയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പതുക്കെ രാവിലെ ഇന്ന് വേറെ അങ്ങോട്ട് യാത്രയില്ല കേട്ടോ. വീട്ടിൽ കൊണ്ടുപോയി വിടുക, പെങ്കൂര ഉച്ചയ്ക്ക് സ്കൂളിൽ പോവുക, പൊന്ന ഓഫീസിൽ പോവുക, ഞാനും പോവുക. നമ്മുടെ ചെറിയ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.